വെൽക്കം ടു അപ്പൂസ് കിച്ചൺ. എല്ലാവർക്കും അപ്പൂസ് കിച്ചണിലേക്ക് സ്വാഗതം. രാവിലെ തന്നെ എന്തായി പച്ചമുളക് പൊട്ടിച്ചെടുക്കുന്നതെന്നാണല്ലോ നിങ്ങൾ ചിന്തിക്കുന്നത് അല്ലേ? ഇന്നത്തെ സ്പെഷ്യൽ മന്തിയാണ്. സാധാരണ നമ്മൾ ചിക്കൻ മന്തിയും മട്ടൻ മന്തിയും ഒക്കെയാണ് കഴിക്കാറ്. അപ്പോൾ ഇന്നൽപ്പം വ്യത്യസ്തമായി ബീഫ് കൊണ്ട് മന്തി ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. മന്തി ഉണ്ടാക്കുമ്പോൾ ആദ്യം തന്നെ നമ്മൾ ചെയ്യേണ്ടത് അതിനായുള്ള അരി കഴുകി വെള്ളത്തിൽ കുതിർത്തി വെക്കലാണ്. ഇത് നമ്മുടെ പുഴുക്കലരി പോലെ നല്ല വേവുള്ള അരിയാണ്. അതുകൊണ്ട് തന്നെ ഒരു 2 മണിക്കൂർ നമുക്കിത് കുതിർത്തി വെക്കേണ്ടതുണ്ട്. അപ്പം മന്തി റൈസ് കഴുകി നമ്മളത് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. ഇനി മെല്ലെ മെല്ലെ നമുക്ക് മറ്റ് ജോലികളിലേക്ക് കടക്കാം. ഞാനിവിടെ 2-3 വലിയ സവാള എടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് തക്കാളി. നമ്മുടെ സാധാരണ നമ്മൾ ബിരിയാണി വെക്കുമ്പോൾ ഉപയോഗിക്കുന്ന അതേപോലത്തെ സാധനങ്ങളാണ് വേണ്ടത്. പക്ഷേ നമ്മളിത് ഉണ്ടാക്കുന്ന രീതി കുറച്ച് വ്യത്യസ്തമാണ്. നമ്മൾ ഈ ടൊമാറ്റോസ് എടുത്തിട്ട് തിളച്ച വെള്ളത്തിലിട്ടിട്ട് 10 മിനിറ്റ് നേരം വെക്കുക. അപ്പോൾ അതിൻ്റെ തൊലിയൊക്കെ നന്നായി ഇളകി വരുമല്ലോ. അപ്പോൾ അത് നമുക്ക് തൊലി കളഞ്ഞ് നന്നായിട്ടൊന്ന് ജ്യൂസിലിട്ട് അടിച്ചെടുത്ത് ടൊമാറ്റോ പ്യൂരി തയ്യാറാക്കാം. ഇതിനായി ഉപയോഗിക്കുന്ന ബീഫ് കഷ്ണങ്ങൾ വൃത്തിയായി കഴുകി നമുക്ക് മസാല പുരട്ടി വേവിച്ചെടുക്കേണ്ടതുണ്ട്. ഈ ബീഫ് നമ്മൾ അരിയുമ്പോൾ നേർമയായിട്ട് അരിയണം. അപ്പോൾ ഇതിലേക്ക് മുളക് പൊടിയും മല്ലിപ്പൊടിയും ഗാർലിക് ജിഞ്ചർ പൗഡേഴ്സും പിന്നെ കുറച്ച് കുരുമുളക് പൊടി, ജീരകപ്പൊടി, നമ്മൾ മുഴുവൻ കുരുമുളകും എടുക്കുന്നുണ്ട്. ബീഫ് വേവിക്കുമ്പോൾ ഇടാൻ വേണ്ടിയിട്ടാണ്. പിന്നെ അല്പം നാരങ്ങാനീര്, കുറച്ച് വെജിറ്റബിൾ ഓയിൽ, ഒലിവ് ഓയിലും ഉപയോഗിക്കുക ഇതിന് പകരമായിട്ട്. പിന്നെ ഉപ്പ്, നല്ല ജീരകം പൊടിച്ചത്, അങ്ങനെ ഇവയൊക്കെ ചേർത്തിട്ട് നമ്മളിത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുന്നുണ്ട് ഈ ബീഫ്. അപ്പോൾ നമ്മൾ ഈ വീട്ടിൽ വെച്ചിട്ട് മന്തി ഉണ്ടാക്കുമ്പോൾ വിറകടുപ്പുണ്ടെങ്കിൽ അതിൽ നമ്മൾ ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. കാരണം വെച്ചാൽ നമുക്കൊരു കുഴിമന്തിയുടെ തനതായ ടേസ്റ്റും ആ ഒരു മണമൊക്കെ കിട്ടാൻ വേണ്ടി സഹായിക്കും. ഇപ്പോൾ മന്തി ഉണ്ടാക്കുന്നുണ്ടെങ്കിലും വിറകടുപ്പ് മാത്രമേ ഉപയോഗിക്കാറുള്ളൂ. നമ്മൾ കുറച്ചധികം ഉണ്ടാക്കുന്നതുകൊണ്ട് തന്നെ വലിയ പാത്രം അടുപ്പിൽ വെക്കേണ്ടതുണ്ട്. അപ്പോൾ എനിക്ക് സൗകര്യമായിട്ട് തോന്നുന്നത് ഇത് തന്നെയാണ്. എന്നിട്ട് നമുക്കിത് പ്രഷർ കുക്കറിലിട്ട് ഒരു 4 വിസിൽ വരും വരെ വേവിക്കാം. കൂടുതൽ വേവ് കിട്ടേണ്ട, നമ്മളിത് വേവിച്ചതിന് ശേഷം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു 3/4 വേവ് ആകുമ്പോഴേക്കും നമുക്കിത് കുക്കർ ഓഫ് ചെയ്യാം. അപ്പോൾ നമുക്ക് മന്തി റൈസ് തയ്യാറാക്കാം. ഇപ്പോൾ ഏകദേശം 2 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ മന്തി റൈസ് വെള്ളത്തിൽ കുതിർത്ത് വെച്ചത് ഒരു അരിപ്പയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ചോറുണ്ടാക്കാനുള്ള പാത്രം അടുപ്പിൽ വെക്കാം. മന്തി ഉണ്ടാക്കാൻ നല്ലത് വിറകടുപ്പാണ്. സാധാരണ മന്തി കനലടുപ്പിൽ ഉണ്ടാക്കിയെടുക്കുന്നതാണ്. കുഴിമന്തി എന്നൊക്കെ നമ്മൾ കേൾക്കുന്നത് അങ്ങനെയാണല്ലോ. ഒരു 3/4 കപ്പ് വെജിറ്റബിൾ ഓയിൽ, സൺഫ്ലവർ ഓയിലാണ് ഞാൻ ഉപയോഗിക്കുന്നത്, ചേർത്ത് കൊടുക്കാം. സൺഫ്ലവർ ഓയിലിന് പകരം ബട്ടറും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അതിലേക്ക് 2 കറുവാപ്പട്ടയും കുറച്ച് ബേ ലീഫും ചേർത്തിട്ട് സവാള കൂടി ചേർത്ത് ഇളക്കി കൊടുക്കാം. സവാള ഒന്ന് ചെറുതായി വാടി വരുമ്പോൾ നമുക്ക് വെളുത്തുള്ളി പേസ്റ്റും ഇഞ്ചി പച്ചമുളക് പേസ്റ്റും ചേർത്ത് കൊടുക്കാം.
അതൊന്ന് നന്നായി ഇളക്കി ഇഞ്ചി വെളുത്തുള്ളി പച്ചമണം മാറി തുടങ്ങുമ്പോൾ നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ടൊമാറ്റോ പ്യൂരി അത് ചേർത്ത് കൊടുത്ത് നന്നായി ഒന്ന് ഇളക്കിയിട്ട് ഉപ്പും 1/2 കപ്പ് മന്തി മസാലയും ചേർത്ത് കൊടുക്കാം. ഞാൻ പറയാൻ വിട്ടെന്ന് തോന്നുന്നു, ബേക്കേഴ്സിൻ്റെ മന്തി മസാലയാണ് ഞാനിവിടെ ഉപയോഗിക്കുന്നത്. നമ്മൾ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഈ മന്തി മസാല വാങ്ങിക്കുന്നത്. നമുക്ക് തന്നെ വീട്ടിൽ വെച്ചിട്ട് തയ്യാറാക്കാം. മന്തി മസാലയുടെ റെസിപ്പി ഞാൻ ഒരിക്കൽ നിങ്ങൾക്ക് ചെയ്ത് കാണിച്ചു തരാം. ഈ മന്തി മസാലയുടെ മസാല നന്നായി വഴന്ന് വരുമ്പോൾ സാധാരണ നമ്മൾ ഇതിലേക്ക് നമ്മുടെ ചിക്കൻ പീസസ് അല്ലെങ്കിൽ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന മട്ടൺ പീസൊക്കെ ഇട്ട് കൊടുക്കാറാണ് പതിവ്. ഇവിടെ നമ്മൾ ബീഫ് ചെയ്യുന്നത് കൊണ്ട് തന്നെ നമ്മൾ ബീഫ് സെപ്പറേറ്റ് ആയിട്ട് വേവിച്ചിട്ടാണ് ഇതിൽ ചേർക്കുന്നത്. അതുകൊണ്ട് നമുക്കിതിലേക്ക് റൈസാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ മസാല വെച്ചിട്ട്. ആദ്യം നമ്മൾ നന്നായി വഴറ്റിയെടുത്ത ഈ മസാലക്കൂട്ടിലേക്ക് ആവശ്യമായ വെള്ളം ഒഴിച്ചു കൊടുത്ത് അതിലേക്ക് നമ്മൾ നേരത്തെ കുതിർത്ത് വെച്ചിരിക്കുന്ന മന്തി റൈസ് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഇത് നന്നായി ഒന്ന് തിളച്ചോട്ടെ. നമ്മൾ മന്തി ഉണ്ടാക്കുമ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിലായിരിക്കണം തീ ഉണ്ടാവേണ്ടത്. ചോറ് നന്നായി തിളച്ചിട്ട് അവിടുന്ന് ആ കനലിൽ മെല്ലെ ഒന്ന് വെന്ത് വന്നോളും. അപ്പോൾ നമുക്ക് പാത്രം തുറന്ന് തന്നെ വെക്കാം. കാരണം ഈ മന്തി റൈസ് സാധാരണ ഉണങ്ങിയിട്ടല്ല വേണ്ടത്, ഒരല്പം നനവോട് കൂടിയിട്ടുള്ളതാണ് സാധാരണ മന്തി. അപ്പോൾ നമുക്കിത് നന്നായിട്ട് വേവും വരെ കാത്തിരിക്കാം. അപ്പോൾ ഇനി നമുക്ക് ബീഫ് തയ്യാറാക്കാം. എൻ്റെ കുക്കറിൽ വിസിൽ വന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഞാനിതൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് അല്പം കൂടി മസാലപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ ബീഫിന് ഒരു ചുവപ്പ് നിറം കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ഫുഡ് കളറും ചേർത്തിട്ടുണ്ട്. അല്പം മല്ലിപ്പൊടി, മുളക് പൊടി, കുറച്ച് ഫുഡ് കളർ എന്നിവ ചേർത്തിട്ട് ഇത് നന്നായി ഒന്ന് കുഴച്ചെടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മളിത് ഒരു പാനിൽ അല്പം എണ്ണ ഒഴിച്ചിട്ട് നന്നായി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. നമ്മൾ കളറ് ചേർത്തുകൊണ്ട് തന്നെ ഈ ബീഫ് കാണാൻ നല്ല ചമന്ന കളറിൽ ഇരിക്കുന്നുണ്ട്. ഇനി ഇത് നമുക്ക് നമ്മൾ ഉണ്ടാക്കിയ റൈസുമായി മിക്സ് ചെയ്ത് അതിൻ്റെ മുകളിൽ ഇട്ട് കൊടുത്തിട്ട് പാത്രത്തിലേക്ക് വിളമ്പാം. ഇപ്പം നമ്മുടെ മന്തി റൈസ് നന്നായി വെന്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കുറച്ച് കളറ്, നമ്മുടെ ഫുഡ് കളറ് ചെറുനാരങ്ങ നീരിൽ പിഴിഞ്ഞിട്ട് ഇതിന് മുകളിലൊന്ന് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മുടെ മന്തി കുറച്ചുകൂടി കളർഫുള്ളാകും. സ്വതവേ മന്തിക്ക് ഉണ്ടാകുന്ന കളറിൻ്റെ കൂടെ ഒരു റെഡ് കളറും കൂടി, അപ്പോൾ 2 തരം റൈസ് നമ്മൾ ഇതിനായിട്ട് ഉപയോഗിച്ചതുപോലെ തോന്നും. നമ്മൾ നേരത്തെ പൊട്ടിച്ചെടുത്ത പച്ചമുളക് ഇതിന് മുകളിലേക്ക് ഇങ്ങനെ കുത്തിവെച്ച് കൊടുക്കാം. ഇത് ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല, പക്ഷേ നമ്മൾ പച്ചമുളക് മുഴുവനായിട്ട് കിടക്കുന്ന കാണാൻ നല്ല ഭംഗിയാണ് മന്തി റൈസിൽ. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു അറബിക് ഡിഷാണ് മന്തി. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. നമ്മൾ വീട്ടിൽ വെച്ചിട്ട് എളുപ്പം തയ്യാറാക്കാൻ കഴിയുന്ന ഡിഷും കൂടിയാണിത്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെന്ന് കരുതുന്നു. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാൻ മറക്കരുത്. താങ്ക് യു സോ മച്ച്.